പരിശുദ്ധ റമദാൻ മാസത്തിലെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ ഒന്നും കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് റമദാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെങ്കിലും എന്തുകൊണ്ടിത് ചെയ്യാൻ സർവശക്തൻ നമ്മളോട് കൽപ്പിച്ചു എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം മറ്റുള്ളവരുടെ വിഷമം അറിയുവാൻ, ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുടെ വേദന മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക്. സർവശക്തൻ്റെ കാരുണ്യം കൊണ്ട് നാമൊക്കെ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ലോകത്ത് എത്രയോ പേർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അത് മനസ്സിലാക്കുവാനുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അവരോട് കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസാണ്. നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വളരെ കഴിവുള്ള ആൾക്കാർ തന്നെ ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒന്നുമില്ലാത്തവരായി മാറുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങൾ, ഉദാഹരണത്തിന് സിറിയയിലിപ്പോൾ വളരെ നല്ലൊരു സിറ്റുവേഷനിലുണ്ടായിരുന്ന 2-3 വർഷമായിട്ട് ഇന്ന് പട്ടിണിയായിട്ട് ആൾക്കാർ റെഫ്യൂജീസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ യാതന മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് വെറും ഒരു പട്ടിണി കിടക്കുക എന്നുള്ളതല്ല, അതിലും കൂടുതൽ ഇത് മനസ്സിലാക്കി മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സഹായിക്കുവാനുള്ളൊരു സാഹചര്യം, ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് സൊസൈറ്റി, അതാണ് സർവശക്തൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ എടുക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങിക്കൊണ്ട് ഭക്ഷണം ഒഴിവാക്കി എന്നുള്ള പേരിൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം ഈ കഴിച്ചതൊക്കെ തിരിച്ചെത്തി നമ്മളതിൽ സന്തോഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അന്തസ്സത്ത, റംദാൻ്റെ അന്തസ്സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതൊരു പീരിയഡ് ഓഫ് നമുക്കൊരു സഫറിങ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ട് നമുക്ക് ഉള്ള ഒരു സംസ്കരണത്തിനുള്ള ഒരു സമയമായിട്ട് തന്നെ കാണണം. ആ സമയത്ത് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലെത്തുവാനുള്ള ആ ഒരു സാഹചര്യം, അതാണ് നാം കാണേണ്ടത്. ഇത് മറ്റു നിലയിലും ഇപ്പോൾ റംദാനൊക്കെ നമ്മൾ കാണാറുണ്ട്, സാധാരണ ഇഫ്താർ പാർട്ടികളൊക്കെ. ഈ ഇഫ്താർ പാർട്ടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മഹത്വം കാണിക്കുക എന്നുള്ളതല്ല. അതൊരു ഗെറ്റ് ടുഗദറാണ്, ഒരു ടുഗദർനെസ്. ഇസ്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാഹോദര്യം പ്രചരിപ്പിക്കേണ്ട മതമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അത് മാറ്റാൻ വേണ്ടി ജനങ്ങളെ നമ്മളുടെ ഇസ്ലാമിൻ്റെ ആ ഒരു അന്തസ്സത്ത മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഇഫ്താറിലൂടെയൊക്കെ നാം അറ്റൈൻ ചെയ്യേണ്ടത്. അതിന് ഒരു സാഹചര്യമാണ് പലപ്പോഴും മറ്റ് മതങ്ങളിലുള്ള ആൾക്കാരെ കൂടി ഇതേപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇഫ്താർ പാർട്ടികൾ കൊണ്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഒന്നിച്ച് കൂടിച്ചേരുവാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്.